നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 ഏപ്രിൽ മുതൽ 2026 വിഷു വരെയുള്ള രോഹിണി നക്ഷത്രക്കാരുടെ വിഷുഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. മീനശനി ഇടവ വ്യാഴം 1200 മീനമാസം 30 തീയതി ഞായറാഴ്ച ഉദയാദി 50 നാഴിക 20 വിനാഴികയ്ക്ക് ചോതി നക്ഷത്രവും കൃഷ്ണപക്ഷ പ്രതിപദ തിഥിയിൽ പന്നിക്കരണവും വജ്രനാമ നിത്യയോഗവും കൂടിയ ദിവസം തുലാക്കൂറിൽ മകരലഗ്നത്തിൽ പൃഥ്വി ഭൂതോദയത്തിൽ ഈ വർഷത്തെ മേഷ വിഷു സംക്രമം വരുന്നത്. രോഹിണി നക്ഷത്രക്കാർക്ക് ഈ വർഷത്തിൽ വിഷു ഫലപ്രകാരം എന്തൊക്കെ ഗുണദോഷങ്ങളാണെന്ന് പരിശോധിച്ചു നോക്കാം. ഈ വർഷത്തിൽ ശൂലശൽക്ക ഫലം ചിന്തിക്കുമ്പോൾ മധ്യശൽക്കമായതിനാൽ സമ്പൽ സമൃദ്ധി, സ്ഥാന ബഹുമാനാദി ആദരം ലഭിക്കാൻ യോഗം. അതുപോലെ തന്നെ സുഖഭോഗ വസ്തുക്കളുടെ ലാഭം, അതായത് പുതിയ വസ്ത്രം വാങ്ങുക, ആഭരണങ്ങൾ വാങ്ങുക, പുതിയ വാഹനം വാങ്ങുക, വീട് മോടി പിടിപ്പിക്കുക, അതിന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങുക, അതുപോലെ തന്നെ മറ്റ് ഗ്രഹോപകരണങ്ങൾ ഒക്കെ വാങ്ങുക. ഇതിനൊക്കെ സാധിക്കുന്ന ഒരു അനുകൂലമായിരിക്കുന്ന ഗുണസമമായ വർഷമാണ് ഈ വരുന്നത്. വിശ്വസാൽ അതുപോലെ കൊണ്ട് തന്നെ എല്ലാ ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാനും മാനസികമായ സന്തോഷം അനുഭവിക്കാനും യോഗമുണ്ട്. എന്നാലും ചിലവ് വർദ്ധിക്കാൻ യോഗമുണ്ട്. കാരണം വരുമാനത്തിൽ നല്ല വർധനവിന് യോഗമുണ്ട്. എന്നാൽ വരുമാനത്തിൽ എത്രയാണോ വർധനവ് അത്രയും തന്നെ ചിലവിലും വർദ്ധിക്കാനാണ് യോഗം. അതായത് ഒരു 11 രൂപയാണ് ദിവസം കിട്ടുന്നതെങ്കിൽ ചെലവിലും 11 രൂപ തന്നെ ചെലവ് വരാനും യോഗമുള്ള ഒരു വർഷമായതിനാൽ ഈ വിഷുഫലപ്രകാരം അനാവശ്യമായിട്ടുള്ള ചെലവ് ചെയ്യാതെ ഇരിക്കുന്ന കാര്യത്തിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം വരവും ചെലവും ഒരുപോലെ വരുന്ന ഒരു അവസ്ഥ ആയത് കാരണം കൊണ്ട് പ്രത്യേകിച്ച് ഈ വർഷത്തിൽ വലിയ ബാധ്യതകളൊക്കെ കൂടുതലായിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അതുപോലെ തന്നെ വലിയൊരു ദോഷവും വലിയൊരു ബാധ്യതകൾ ഉണ്ടാക്കി വയ്ക്കാതിരിക്കുകയും വലിയൊരു നേട്ടം ഉണ്ടാക്കി വയ്ക്കാതിരിക്കാനും സാധിക്കുന്ന ഒരു വർഷമായിട്ടാണ് കാണുന്നത്. എങ്കിലും ഈ മെയ് മാസത്തിൽ വ്യാഴത്തിൻ്റെ മാറ്റം വരുന്നുണ്ട്. രക്ഷാസ്ഥാനത്തേക്ക് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം മാറുന്നത് കൊണ്ട് രോഗാവസ്ഥയുണ്ട്, അതൊക്കെ മാറ്റം വരികയും മാനസികമായിട്ടുള്ള സന്തോഷം അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ കുടുംബത്തിൽ സുഖവും സന്തോഷവും സമാധാനവും അനുഭവപ്പെടുന്ന ഒരു വർഷമായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.